ഹലോ, നമ്മളെല്ലാവരും IAS-38 ഇൻടാഞ്ചിബിൾ അസറ്റ്സ് പഠിച്ചിട്ടുണ്ടാവുമല്ലേ. അപ്പം IAS-38ൻ്റെ അക്കൗണ്ടിങ്ങും ആൻഡ് ഇതിൻ്റെ ഓഡിറ്റിംഗ് കൂടെ എങ്ങനെ നമുക്ക് ലിങ്ക് ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു സെഷനിൽ ഉദ്ദേശിക്കുന്നത്. അപ്പം IAS-38 എന്താ പറയുന്നത്, എന്താണ് ഇൻടാഞ്ചിബിൾ അസറ്റ് ആൻഡ് ഇൻടാഞ്ചിബിൾ അസറ്റിൻ്റെ ക്യാപിറ്റലൈസേഷൻ, പിന്നെ എപ്പോഴാണ് ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റുക, ആൻഡ് ഇതിൻ്റെ ഇമ്പയർമെൻറ്റ്, ആൻഡ് ദെൻ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഫേസ്, ഏതൊക്കെ എക്സ്പെൻസസ് ഏതൊക്കെ ഐറ്റംസ് ക്യാപിറ്റലൈസ് ചെയ്യാം, ഏതൊക്കെയാണ് നമുക്ക് എക്സ്പെൻസ് ഓഫ് ചെയ്യേണ്ടത്, പിന്നെ മെഷർമെൻറ്റ് റൂൾസ്. ഇതൊക്കെയാണ് മേജർലി നമ്മൾ IAS-38 അക്കൗണ്ടിങ്ങിൽ പഠിക്കുന്നത്, റൈറ്റ്. സോ IAS-38 പ്രകാരം ഒരു ഇൻടാഞ്ചിബിൾ അസറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു അസറ്റ്, അതായത് ഐഡൻറ്റിഫയബിൾ ആൻഡ് നോൺ മോണിറ്ററി ആൻഡ് ഒരു ഫിസിക്കൽ സബ്സ്റ്റൻസ് ഇല്ലാത്ത അസറ്റ്സിനെയാണ് നമ്മൾ നോർമലി എന്തെന്ന് പറയുന്നത്, ഇൻടാഞ്ചിബിൾ അസറ്റ്സ് എന്ന് പറയുന്നത്. ഇപ്പം കോമൺ ആയിട്ടുള്ള എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ ഇപ്പോൾ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ, അല്ലെങ്കിൽ ഒരു ഗെയിമിംഗ് ആപ്ലിക്കേഷൻ, ഗെയിമിങ് അല്ലെങ്കിൽ ഒരു പേറ്റൻറ്റ്, കോപ്പിറൈറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു ലൈസൻസ്, കസ്റ്റമർ ലിസ്റ്റ്, ഇതിനെയൊക്കെയാണ് നമ്മൾ നോർമലി എന്തെന്ന് പറയുന്നത്, ഒരു ഇൻടാഞ്ചിബിൾ അസറ്റ് എന്ന് പറയുന്നത്. അപ്പം ഒരു അസറ്റിനെ നമ്മൾ ഇൻടാഞ്ചിബിൾ ആണെന്ന് പറയണമെങ്കിൽ എന്തൊക്കെ കണ്ടീഷൻസാണ് ഫുൾഫിൽ ചെയ്യേണ്ടത്? ഒന്ന്, ഐഡൻറ്റിഫയബിലിറ്റി, അതായത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം, അതായത് സെപ്പറബിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ഇതാണ് ഈ അസറ്റ് എന്ന് പറയാനായിട്ട് പറ്റണം. എങ്കിൽ മാത്രമേ നമ്മൾ അതിനെ എന്തായിട്ട് കണക്കാക്കത്തുള്ളൂ, ഇൻടാഞ്ചിബിൾ അസറ്റായിട്ട് കണക്കാക്കത്തുള്ളൂ. ആൻഡ് ദെൻ കൺട്രോൾ ഉണ്ടായിരിക്കണം. ഏത് എൻറ്റിറ്റി ആണോ ആ എൻറ്റിറ്റിക്ക് ഈ ഒരു അസറ്റ് അല്ലെങ്കിൽ ഈ അസറ്റിൽ നിന്നുള്ള ഫ്യൂച്ചർ ഇൻകം കൺട്രോൾ ചെയ്യാനുള്ള ആ ഒരു റൈറ്റ് ഉണ്ടായിരിക്കണം. ആ ഒരു കൺട്രോൾ, ആ ഒരു പോയിൻ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ അസറ്റിന് എന്തെന്ന് പറയാൻ പറ്റുള്ളൂ, അതൊരു ഇൻടാഞ്ചിബിൾ അസറ്റാണെന്ന് പറയാനായിട്ട് പറ്റുള്ളൂ. ആൻഡ് ഈ അസറ്റ് നമ്മൾ ഉണ്ടാകുന്നത് മൂലം, അല്ലെങ്കിൽ ഇങ്ങനൊരു അസറ്റിൻ്റെ എക്സിസ്റ്റിംഗ് കാരണം, ഇതിൽ നിന്നും ഒരു ഫ്യൂച്ചർ എക്കോണമിക് ബെനിഫിറ്റ്സ് ഉണ്ടാവണം. അത്തരം ഒരു എക്കോണമിക് ബെനിഫിറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ, അതിപ്പം എക്സാമ്പിൾ പറയുകയാണ്, ഇപ്പോൾ നമ്മളൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്നു, അപ്പോൾ ആ സോഫ്റ്റ്വെയറിൽ നിന്നും കിട്ടുന്ന സെയിൽസ് റവന്യൂ, അല്ലെങ്കിൽ ഒരു ഗെയിം ഡെവലപ്പ് ചെയ്യുന്നു, ആ ഗെയിമിൽ നിന്നുള്ള ഫ്യൂച്ചർ റവന്യൂ എന്ന് പറയുന്നത് ഉണ്ടാവണം. അങ്ങനെ ഒരു എക്സ്പെക്റ്റേഷൻ, ആ ഒരു ഫ്യൂച്ചർ ഇക്കോണമിക് ബെനിഫിറ്റ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു അസറ്റിനെ ഇൻടാഞ്ചിബിൾ അസറ്റായിട്ട് കണക്കാക്കാൻ പറ്റുള്ളൂ. അപ്പം ഈ പറയുന്ന 3 ഫണ്ടമെൻ്റൽ കണ്ടീഷൻസും ഫുൾഫിൽ ചെയ്യുകയാണെങ്കിൽ മാത്രം ആണ് നമ്മളൊരു അസറ്റിനെ ഇൻടാഞ്ചിബിൾ അസറ്റാണെന്ന് പറയത്തുന്നുള്ളൂ ആസ് പെർ IAS-38. ആൻഡ് ഇത് മാത്രമല്ലാതെ നമ്മൾ FSനകത്ത്, നമ്മളുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ ഒരു അസറ്റിനെ നമ്മൾ ഇൻടാഞ്ചിബിൾ അസറ്റായിട്ട് റെക്കഗ്നൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം? ദർ ഈസ് എ പ്രോബബിലിറ്റി, അതായത് ഫ്യൂച്ചർ എക്കോണമിക് ബെനഫിറ്റ്സ് അട്രിബ്യൂട്ടബിൾ ടു ദാറ്റ് പെർട്ടിക്കുലർ അസറ്റ് വിൽ ഫ്ലോ ടു ദ എൻറ്റിറ്റി. ഈ എൻറ്റിറ്റിക്കായിരിക്കും ഈ അസറ്റിൽ നിന്നുള്ള ഫ്യൂച്ചർ ഒരു പ്രോബബിലിറ്റി ഉണ്ടായിരിക്കണം ദാറ്റ് ദ ഫ്യൂച്ചർ എക്കോണമിക് ബെനഫിറ്റ്സ് വിൽ ഫ്ലോ ടു ദ എൻറ്റിറ്റി. ആൻഡ് ആ ഒരു അസറ്റ് മെഷർ ചെയ്യാനായിട്ടുള്ള കോസ്റ്റ് നമുക്ക് ആ കോസ്റ്റ് റിലയബിളായിട്ട് മെഷർ ചെയ്യാനായിട്ട് പറ്റണം. അങ്ങനെ ഒരു റിലയബിളായിട്ട് മെഷർ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ ഇങ്ങനൊരു ഇൻടാഞ്ചിബിൾ അസറ്റിന് ഇതാണ് വാല്യൂ എന്ന് കാണിക്കാനായിട്ട് പറ്റില്ല എങ്കിൽ നമുക്കത് FSൽ റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇതൊക്കെയാണ് ബേസിക്കലി IAS-38 ഇതുമായിട്ട് ഇതിൻ്റെ ഒരു അസറ്റിന് ഇൻടാഞ്ചിബിൾ അസറ്റ് ആണോ അല്ലയോ, അങ്ങനെ കാണിക്കാൻ പറ്റുമോ എന്നൊക്കെ പറയുന്ന ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ. ഇനി നമുക്കറിയാം, ഒരു ഇൻടാഞ്ചിബിൾ അസറ്റിന് എന്തുണ്ട്, നമ്മൾ ഇൻറ്റേർണലി ജനറേറ്റ് ചെയ്യുന്ന ഒരു അസറ്റാണ്, അല്ലെങ്കിൽ നമ്മളൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുകയാണ്. സോ അതിനാദ്യം ഒരു റിസർച്ച് ഫേസ് ഉണ്ട്, റൈറ്റ്. ആദ്യം നമ്മളിങ്ങനെ ഒരു ഐഡിയ കിട്ടുമ്പോഴത്തേനും നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അതുമായി റിലേറ്റ് ചെയ്ത ആൾക്കാർ ആ ഒരു ഐഡിയ ബ്രെയിൻ സ്റ്റോം ചെയ്ത് ഒരുപാട് ഡീറ്റെയിൽസൊക്കെ കണ്ട് റിസർച്ചൊക്കെ നടത്തിയിട്ടാണ് അവർ നെക്സ്റ്റ് ഒരു ഫേസിലോട്ട് പോകുന്നത്. ഇത് ഫിസിബിൾ ആണോ, ടെക്നിക്കലി ഫിസിബിൾ ആണോ, നല്ലൊരു മാർക്കറ്റ് ഉണ്ടോ, ഇങ്ങനെയുള്ളതെല്ലാം നമ്മൾ റിസർച്ച് ഫേസിൽ ഡിസ്കസ് ചെയ്തിട്ട് അവരതിനെ ഒരു പ്രോഡക്റ്റാക്കി ഡെവലപ്പ് ചെയ്യുന്നതാണ് രണ്ടാമത്തെ സ്റ്റേജ്, ദാറ്റ് ഈസ് ദി ഡെവലപ്മെൻറ്റ് ഫേസ്. സോ ഈ റിസർച്ച് ഫേസിലും ആസ് വെൽ ആസ് ഡെവലപ്മെൻറ്റ് ഫേസിലും എന്തുണ്ടാവും,
കുറേ എക്സ്പെൻസസ് ഇൻക്രർ ചെയ്യുന്നുണ്ടാകും, റൈറ്റ്. ഈ റിസർച്ച് ഫേസിനകത്ത് ഒരുപാട് ആൾക്കാരുടെ ഇൻവോൾവ്മെൻറ്റ്, ഒരുപാട് ടെക്നിക്കലായിട്ടുള്ള ആൾക്കാരുടെ ഇൻവോൾവ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതേപോലെയാണ് ഡെവലപ്മെൻറ്റ് ഫേസിലും ഒരുപാട് പേര്. അപ്പോൾ ഇവർക്കൊക്കെ പൈസ കൊടുക്കേണ്ട, അല്ലെങ്കിൽ ഇവർക്കൊക്കെ സാലറി കൊടുക്കണം, അല്ലെങ്കിൽ പല ടൂൾസ് ഉപയോഗിക്കുന്നുണ്ടാകും, അത് ഉപയോഗിക്കുന്നതിൻ്റെ കോസ്റ്റ് ഉണ്ടാകും. അപ്പോൾ ഇത്തരം ഒരുപാട് കോസ്റ്റ് ഈ 2 ഫേസിലും ഇൻക്രർ ചെയ്യും. പക്ഷേ ഈ 2 ഫേസിലും ഇൻക്രർ ചെയ്യുന്ന കോസ്റ്റ് എല്ലാം തന്നെ നമുക്ക് ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റുമോ? അതും നമ്മൾ ഈ IAS 38 ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതായത് IAS 38 സ്പെസിഫിക് ആയിട്ട് നോർമലി ഫാർമസ്യൂട്ടിക്കൽ അല്ലെങ്കിൽ ഗെയിമിംഗ് ഇൻഡസ്ട്രിയിലൊക്കെ ഈ റിസർച്ച് ഫേസിനെയും ഡെവലപ്മെൻറ്റ് ഫേസിനെയും സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ലൈക്ക് ദർ ഇസ് എ ഡിസ്റ്റിങ്ഷൻ. റിസർച്ച് ഫേസിലാണെങ്കിൽ എന്തിനാണ് നമ്മൾ പുതിയതായിട്ടുള്ള സയൻറ്റിഫിക് അല്ലെങ്കിൽ ടെക്നിക്കൽ നോളജൊക്കെ ഗെയിൻ ചെയ്യുന്ന ഒരു സ്റ്റേജാണ് ഈ റിസർച്ച് ഫേസ് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു സ്റ്റേജിൽ വരുന്ന എല്ലാ എക്സ്പെൻസസും എന്ത് ചെയ്യണം, നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എക്സ്പെൻസ് ചെയ്യുകയാണ് വേണ്ടത്. ആൻഡ് ഈ എക്സ്പെൻസസിന് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാനായിട്ട് പറ്റില്ല, ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റില്ല. കാരണം കമ്പനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ എക്സ്പെൻസസ് ഈ പെർട്ടിക്കുലർ ഇൻടാഞ്ചിബിൾ അസറ്റിന് വേണ്ടിയിട്ടാണ്. ആൻഡ് ഇതിൽ നിന്നും നമുക്ക് ഫ്യൂച്ചർ എക്കോണമിക് ബെനഫിറ്റ്സ് ഉണ്ടാകുമെന്ന് റിലയബിളായിട്ട് പറയാൻ പറ്റില്ല. കാരണം അവിടെ ഒരു ഇൻടാഞ്ചിബിൾ അസറ്റ് ഉണ്ടായിട്ടില്ല. അവരെപ്പോഴും ബ്രെയിൻ സ്റ്റോം ചെയ്ത ഐഡിയാസ് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അവരതിലൊരു പ്രോഡക്റ്റിലേക്ക് ആയിട്ടില്ല, റൈറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റില്ല, ഇതൊന്നും ക്യാപിറ്റലൈസ് ചെയ്യാനായിട്ട് പറ്റില്ല. ഇനി സെക്കൻഡ് സ്റ്റേജാണ് ഡെവലപ്മെൻറ്റ് സ്റ്റേജ്. ഈ ഒരു സ്റ്റേജിൽ ഇവരെന്താ ചെയ്യുന്നത്, നമുക്ക് റിസർച്ച് ഫേസിൽ കിട്ടിയ ഐഡിയാസും എല്ലാം കൊണ്ട് ഇവരൊരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു ഡിസൈനിലേക്ക് എത്തി അതിൻ്റെ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്ത് അല്ലെങ്കിൽ സബ്സ്റ്റാൻഷ്യലി അത് ഇംപ്രൂവ് ആയിരിക്കുന്ന സമയമാണ്. ഒരു ഡിവൈസായിട്ടോ പ്രോഡക്റ്റായിട്ടോ ഒരു സിസ്റ്റമായിട്ടോ ഒരു ഐഡൻറ്റിഫയബിൾ ആയിട്ടുള്ള സാധനം ഉണ്ടായിട്ടുണ്ട്. സോ ഈ ഒരു സ്റ്റേജിൽ വരുന്ന കോസ്റ്റ് എല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു പെർട്ടിക്കുലർ അസറ്റ്, ആ ഒരു ഇൻടാഞ്ചിബിൾ അസറ്റ് ആണ് എന്നും പറഞ്ഞ് ക്യാപിറ്റലൈസ് ചെയ്യാനായിട്ട് പറ്റും. പ്ലസ് ഇങ്ങനെ ആസ് പെർ IAS 38 നമുക്ക് ഈ ഡെവലപ്മെൻറ്റ് ഫേസിൽ വരുന്ന എക്സ്പെൻസസ് ക്യാപിറ്റലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു 6 സ്പെസിഫിക് ആയിട്ടുള്ള 6 ക്രൈറ്റീരിയാസ് നമ്മൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനായിട്ട് പറ്റണം. അതായത് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെക്ഷനാണ്. ആസ് ഓഡിറ്റിലാണെങ്കിലും അക്കൗണ്ടിങ്ങിലാണെങ്കിലും നമ്മൾ വളരെയധികം ഫ്രീക്വൻ്റായി കണ്ടുവരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയയാണ് IAS 38.57 എന്ന് പറയുന്നത്. ഒരു ഇൻടാഞ്ചിബിൾ അസറ്റ് അതിൻ്റെ എഡീഷൻസ് അത് ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റുമോ അല്ലയോ എന്ന് നമ്മൾ കൺഫേം ചെയ്യുന്നു, അല്ലെങ്കിൽ അത് ഓക്കെ ആണ്, ഇത് ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റും എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്ന 6 കണ്ടീഷൻസ് നമുക്ക് അതായത് ക്ലയൻറ്റിന് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പറ്റുമ്പോൾ മാത്രമേ നമുക്ക് ഇത് ഓക്കെ ആണ് എന്ന് പറയാൻ പറ്റുള്ളൂ. ഏതൊക്കെയാണ് ആ 6 ക്രൈറ്റീരിയാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ടെക്നിക്കൽ ഫെസിബിലിറ്റി ഉണ്ടായിരിക്കണം. അതായത് ഈ ഒരു ഗെയിം അല്ലെങ്കിൽ ഈ ഒരു സോഫ്റ്റ്വെയർ, ഈ ഒരു സാധനം ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് സെയിൽ ചെയ്യാനായിട്ട് അവൈലബിൾ ആയിരിക്കും, അല്ലെങ്കിൽ യൂസ് ചെയ്യാനായിട്ട് ഇത് അവൈലബിൾ ആവും എന്ന് കമ്പനിക്ക് അല്ലെങ്കിൽ ക്ലയൻറ്റിന് അതൊന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനായിട്ട് പറ്റണം. ആൻഡ് കമ്പനിക്ക് എന്തുണ്ടായിരിക്കണം, ആ എൻറ്റിറ്റിക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ ഈ ഒരു ഇൻടാഞ്ചിബിൾ അസറ്റിൻ്റെ വർക്ക് ഡെവലപ്മെൻറ്റ് ഫേസ് കംപ്ലീറ്റ് ചെയ്ത് ഇതൊരു പ്രോഡക്റ്റായിട്ട് ഇറക്കാനുള്ള ആ ഒരു ഇൻറ്റൻഷൻ ടു കംപ്ലീറ്റ് ഉണ്ടായിരിക്കണം. ആൻഡ് എബിലിറ്റി ടു യൂസ് ഓർ സെൽ ദ അസറ്റ്. അവരുണ്ടാക്കുന്ന അസറ്റ് ചുമ്മാ അവിടെ വെക്കാനല്ലല്ലോ, ആ അസറ്റ് സെയിൽ ചെയ്യാനോ അല്ലെങ്കിൽ ഇവർക്ക് ഉപയോഗിക്കാനോ ആയിട്ട് പറ്റണം. അത് ക്ലയൻറ്റ് എൻറ്റിറ്റി ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ അവർക്ക് പറ്റണം. ലൈക്ക് ഇത് ഞങ്ങൾക്ക് ഇതിനുള്ള ക്യാപ്പബിലിറ്റി ഉണ്ട്, എബിലിറ്റി ടു യൂസ് ഉണ്ട്, അല്ലെങ്കിൽ ഈ ഒരു ഇൻടാഞ്ചിബിൾ അസറ്റിന് ആ ഒരു എബിലിറ്റി ഉണ്ട് എന്ന് കാണിക്കാൻ പറ്റണം. ആൻഡ് ഈ ഒരു അസറ്റ് യൂസ് ചെയ്തുകൊണ്ട് അതിൽ നിന്നും ഒരു ഫ്യൂച്ചർ ഒരു പ്രോബബിലിറ്റി ദാറ്റ് ഫ്യൂച്ചർ എക്കോണമിക് ബെനഫിറ്റ്സ് ഈ എൻറ്റിറ്റിക്ക് ഉണ്ടാകും, അല്ലെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റിന് ഒരു വയബിൾ മാർക്കറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് കാണിക്കാനായിട്ട് എൻറ്റിറ്റിക്ക് പറ്റണം. ആൻഡ് ഈ ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഈ ഒരു അസറ്റ് കംപ്ലീറ്റ് ചെയ്യാനുള്ള ടെക്നിക്കൽ എക്സ്പേർട്സ് അല്ലെങ്കിൽ നോളജുള്ള ആൾക്കാർ, അതിനുള്ള ഫിനാൻഷ്യൽ എബിലിറ്റി ആൻഡ് ബാക്കിയുള്ള റിസോഴ്സസ് ഒക്കെ ഇവരുടെ കയ്യിലുണ്ട് എന്നും കൂടെ ഇവർ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനായിട്ട് പറ്റണം. ആൻഡ് ഇതിനകത്ത് വരുന്ന എല്ലാ എക്സ്പെൻസസും
റിലയബിളി മെഷർ ചെയ്യാനായിട്ട് പറ്റണം. ഇത്രയും കണ്ടീഷൻസ് അല്ലെങ്കിൽ ഇത്രയും ക്രൈറ്റീരിയാസ് മീറ്റ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ ഇത് പ്രോപ്പർലി ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനായിട്ട് പറ്റുകയാണെങ്കിൽ മാത്രമേ ആ ഒരു പെർട്ടിക്കുലർ അസറ്റിലേക്ക് വരുന്ന എഡീഷൻസ് അല്ലെങ്കിൽ ആ ഒരു എക്സ്പെൻസസ് നമുക്ക് ക്യാപിറ്റലൈസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അതർവൈസ് ഇത് എക്സ്പെൻസ് ചെയ്യേണ്ടി വരും, നമുക്ക് ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റില്ല. ഇനി IAS 38 പിന്നെ വരുന്നൊരു ഏരിയയാണ് മെഷർമെൻറ്റ് റൂൾസ്. എങ്ങനെയാണ് ഇത് നമ്മൾ മെഷർ ചെയ്യുന്നത്, ഈ ക്യാപിറ്റലൈസേഷൻ അല്ലെങ്കിൽ ഈ കോസ്റ്റ് എങ്ങനെയാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. അപ്പോൾ ഇനീഷ്യലി വരുന്ന കോസ്റ്റ് എല്ലാം തന്നെ ഇൻടാഞ്ചിബിൾ അസറ്റ്സ് എന്ന് പറയുന്നത്, അപ്പം ഇൻടാഞ്ചിബിൾ അസറ്റിൻ്റെ ക്യാപിറ്റലൈസേഷൻ നടക്കുന്നത് എപ്പോഴാണെന്ന് നമ്മൾ പറഞ്ഞത് ഡെവലപ്മെൻറ്റ് ഫേസിൽ. അപ്പോൾ ഈ ക്യാപിറ്റലൈസ് നമ്മൾ എന്താണ് നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്യുന്നത്, ഈ ഡെവലപ്മെൻറ്റ് സ്റ്റേജിൽ വരുന്ന എക്സ്പെൻസസിനെയാണ് നമ്മൾ ഇൻടാഞ്ചിബിൾ അസറ്റിലേക്ക് ക്യാപിറ്റലൈസ് ചെയ്യുന്നത്. ഒബിയസ്ലി നമുക്ക് ആ ടൈമിൽ ഇതിൻ്റെ കോസ്റ്റ് മാത്രമേ നമുക്ക് അറിയത്തുള്ളൂ. സോ ഇനീഷ്യൽ മെഷർമെൻറ്റ് എപ്പോഴും ഇൻടാഞ്ചിബിൾ അസറ്റ്സിൻ്റെ മെഷേർഡ് അറ്റ് കോസ്റ്റ് ആയിരിക്കും. ആൻഡ് സബ്സീക്വൻറ്റ് മെഷർമെൻറ്റ് വരുന്നത് നെക്സ്റ്റ് ഇയറിൽ മോസ്റ്റ്ലി ഇവരെന്താ ചെയ്യുക, ഈ കോസ്റ്റ് ഇൻടാഞ്ചിബിൾ അസറ്റ് അല്ല, ഇപ്പം കോസ്റ്റ് മൈനസ് അമോർട്ടൈസേഷൻ ഉണ്ടെങ്കിൽ അക്യുമുലേറ്റഡ് അമോർട്ടൈസേഷൻ ആൻഡ് അക്യുമുലേറ്റഡ് ഇമ്പയർമെൻറ്റ് ലോസസ്. ഇത് കോസ്റ്റ് മോഡലാണെങ്കിൽ ഇങ്ങനെയായിരിക്കും. അല്ല റീവാലുവേഷൻ മോഡലാണെങ്കിൽ ഫെയർ വാല്യൂ ലെസ് എനി സബ്സീക്വൻറ്റ് അക്യുമുലേറ്റഡ് അമോർട്ടൈസേഷൻ ഓർ ഇമ്പയർമെൻറ്റ് ലോസസ് ആണ് റീവാലുവേഷൻ മോഡൽ. ഇതിൽ കമ്പനിക്ക് ഏത് വേണമെങ്കിലും സബ്സിക്വൻറ്റ് മെഷർമെൻറ്റ് കോസ്റ്റ് മോഡൽ വേണോ റീവാലുവേഷൻ മോഡൽ വേണോ എന്ന് എൻറ്റിറ്റിക്ക് ചൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി അമോർട്ടൈസേഷൻ എന്ന് പറയുന്നത് IAS 38 പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻറ്റിറ്റി എല്ലാ വർഷവും എല്ലാപ്പോഴും എന്ത് ചെയ്യണം, ഈ ഇൻടാഞ്ചിബിൾ അസറ്റിൻ്റെ യൂസ്ഫുൾ ലൈഫ് ഫൈനൈറ്റ് ആണോ ഇൻഡെഫിനിറ്റ് ആണോ എന്നുള്ളത് അസസ് ചെയ്യണം. അപ്പം ഫൈനൈറ്റ് ആയിട്ടുള്ള അത് നമുക്കറിയാം, ലൈക്ക് യൂസ്ഫുൾ അസറ്റിന് ഒരു യൂസ്ഫുൾ ലൈഫ് സ്പെസിഫിക്കലി ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇത്ര വർഷമാണെന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിനെ അത്രയും യൂസ്ഫുൾ ലൈഫിൻ്റെ അത്രയും കാലത്തോളം ഇത് അമോർട്ടൈസ് ചെയ്യും. ഇത് സ്ട്രൈറ്റ് ലൈൻ ബേസിസിൽ അമോർട്ടൈസേഷൻ ചെയ്യും. ഈ അമോർട്ടൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴാണോ ഈ അസറ്റ് അവൈലബിൾ ഫോർ യൂസ് അന്ന് തൊട്ടാണ് ഈ അമോർട്ടൈസേഷൻ സ്റ്റാർട്ട് ആവുന്നത്. അതേസമയം ഇൻ കേസ് ദ യൂസ്ഫുൾ ലൈഫിൻ്റെ ഈ ഇൻടാഞ്ചിബിൾ അസറ്റിൻ്റെ യൂസ്ഫുൾ ലൈഫ് ഇൻഡെഫിനിറ്റ് ആണെന്നുണ്ടെങ്കിൽ അമോർട്ടൈസേഷൻ ചാർജ് ചെയ്യാനായിട്ട് പറ്റില്ല. പകരം എല്ലായ്പ്പോഴും ആനുവലി എൻറ്റിറ്റി എന്ത് ചെയ്യണം, ഈ അസറ്റിന് ഇമ്പയർമെൻറ്റ് ഉണ്ടോ എന്ന് അസസ് ചെയ്യണം. ഇതാണ് ആസ് പെർ ദർ ഇസ് എൻ ആൻഡ് വെൻ എവർ ദർ ഇസ് എൻ ഇൻഡിക്കേഷൻ ഓഫ് ഇമ്പയർമെൻറ്റ് അണ്ടർ IAS 36 പ്രകാരം. ഓക്കെ, ഇതൊക്കെയാണ് മേജർലി നമ്മൾ എന്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് അക്കൗണ്ടിങ് പോർഷനാണ് IAS 38. ഇനി നമ്മളിതിൻ്റെ ഓഡിറ്റ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. എക്സാമ്പിൾ, നമ്മളൊരു ഗെയിമിംഗ് കമ്പനിയാണ് ഓഡിറ്റ് ചെയ്യുന്നത്. അപ്പം ആ ഗെയിമിംഗ് കമ്പനിയിൽ നമ്മൾ എന്ത് കണ്ടു, തവണ ക്യാപിറ്റലൈസേഷൻ കണ്ടു, കമ്പനി ഡെവലപ്മെൻറ്റ് ഫേസിലാണ്. അപ്പോൾ നമ്മളിതിൻ്റെ ഓഡിറ്റ് എങ്ങനെ ചെയ്യും? അപ്പം നമ്മൾ ഈ ഓഡിറ്റിലേക്ക് വരുമ്പോഴത്തേനും നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ അസേർഷൻസ് എന്തൊക്കെയാണ്. മേജർലി ഒരു ഇൻടാഞ്ചിബിൾ അസറ്റ് എന്ന് പറയുമ്പോഴത്തേനും ആ ഇൻടാഞ്ചിബിൾ അസറ്റ് ഓഡിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ നോക്കേണ്ട അല്ലെങ്കിൽ ഇതിൻ്റെ മെയിൻ റിസ്ക് അല്ലെങ്കിൽ ഈ അസേർഷൻസ് എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ നോക്കുക. ആദ്യം നമുക്ക് അറിയേണ്ടത് ഇത്തരം ഒരു ഇൻടാഞ്ചിബിൾ അസറ്റ് ആക്ച്വലി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ, ദാറ്റ് ഈസ് എക്സിസ്റ്റൻസ് ഉണ്ടോ അല്ലയോ എന്ന് നോക്കണം. 2, ഈ തന്നേക്കുന്ന ക്യാപിറ്റലൈസേഷൻ അല്ലെങ്കിൽ ഇൻടാഞ്ചിബിളിൻ്റെ വാല്യൂ ഈ ഐറ്റംസ് ഇത് മാത്രമാണോ, ഈ ലിസ്റ്റ് കംപ്ലീറ്റ് ആണോ എന്നുള്ളത് അറിയണം. ആൻഡ് റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻ, കമ്പനിക്ക് ആക്ച്വലി ഈ ഒരു ഇൻടാഞ്ചിബിൾ അസറ്റ്സ് കമ്പനിയുടെ തന്നെയാണോ, കമ്പനിക്കാണോ ഇതിൻ്റെ റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻസ് ഉള്ളത്, ആൻഡ് ഇതിൻ്റെ വാല്യൂ ചെയ്തേക്കുന്നത് കറക്റ്റ് ആണോ. ഇതാണ് ആൻഡ് പ്രസൻറ്റേഷൻ ആൻഡ് ഡിസ്ക്ലോഷർ. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ ഇത് പ്രോപ്പറായിട്ട് റിസർച്ച് ഫേസിലെ എക്സ്പെൻസസും ഡെവലപ്മെൻറ്റ് ഫേസിലുള്ളത് മാത്രമാണോ ക്യാപിറ്റലൈസ് ചെയ്തേക്കുന്നത്, ഇത് സെപ്പറേറ്റ്ലി കാണിച്ചിട്ടില്ല. ഇതിൻ്റെ പ്രസൻറ്റേഷൻ ആൻഡ് ഡിസ്ക്ലോഷർ, ഈ 5 എണ്ണമാണ് മേജറായിട്ടുള്ള ഈ 5 എണ്ണമാണ് ഒരു ഇൻടാഞ്ചിബിൾ അസറ്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്ന അസേർഷൻസ്. സോ നമ്മളുടെ ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത് ഈ അസേർഷൻസിനെ ടെസ്റ്റ് ചെയ്യാനാണ്, അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ കൺഫേം ചെയ്യാനായിട്ടുള്ള ടെസ്റ്റാണ് നമ്മൾ ഓഡിറ്റ് പ്രൊസീജിയേഴ്സിലൂടെ ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഓഡിറ്റ് ഒബ്ജക്റ്റീവ് എന്താണ്, നമ്മളുടെ എക്സിസ്റ്റൻസ് ഓഡിറ്റ് അസേർഷന് വേണ്ടി നമ്മളുടെ ഓഡിറ്റ് ഒബ്ജക്റ്റീവ് ഈ ക്യാപിറ്റലൈസ് ചെയ്തേക്കുന്ന ഗെയിം ഡെവലപ്മെൻറ്റ് കോസ്റ്റൊക്കെ തന്നെ ആക്ച്വൽ വർക്ക് തന്നെയല്ലേ, ആക്ച്വലി ഇത്തരം ഒരു ഗെയിം
ക്യാപിറ്റലൈസ് ചെയ്ത് ഇത് ഡെവലപ്മെൻറ്റ് ഫേസിലുള്ള ഗെയിം തന്നെ ക്യാപിറ്റലൈസ് ചെയ്തത് ഇതൊരു കാര്യം ആക്ച്വലി എക്സിസ്റ്റിംഗ് അല്ലേ എന്നുള്ളതാണ്. അതാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അത് ടെസ്റ്റ് ചെയ്യുന്നതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്ത് പ്രൊസീജിയേഴ്സാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്? ഒന്ന്, ഈ ക്യാപിറ്റലൈസ്ഡ് കോസ്റ്റ് നമ്മൾ സാമ്പിൾ എടുക്കും, റൈറ്റ്? ഇതെടുത്തിട്ട് നമ്മളിതിൻ്റെ സപ്പോർട്ടിങ്സ് വാങ്ങിക്കും. അതായത് ഇപ്പം ഡെവലപ്മെൻറ്റ് ഫേസിലെ കോസ്റ്റ് മേജർലി വരുന്നത് ഈ നമ്മൾ ഉപയോഗിക്കുന്ന വെൻഡേഴ്സ് അല്ലെങ്കിൽ നമ്മളുടെ എംപ്ലോയീസിൻ്റെ സാലറി, ഈ കോസ്റ്റൊക്കെ ആയിരിക്കും കൂടുതലായിട്ട് വരിക. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ അവരുടെ കോൺട്രാക്റ്റ് വാങ്ങിച്ച് അവരുടെ എത്രയാണ് കോസ്റ്റ് പറഞ്ഞേക്കുന്നത് ആ കോസ്റ്റിൻ്റെ നമ്മൾ ഇൻവോയ്സസ് വാങ്ങിച്ചിട്ട് നോക്കും, ഇത് തന്നെയല്ലേ ആക്ച്വലി ക്യാപിറ്റലൈസ് ചെയ്തേക്കുന്നത്, കറക്റ്റ് അല്ലേ, അവരുടെ ടൈം ഷീറ്റ് അവർ ആക്ച്വലി ഈ പെർട്ടിക്കുലർ എന്താ പറയുക ഈ ഗെയിം ഡെവലപ്മെൻറ്റിന് വേണ്ടി തന്നെ വർക്ക് ചെയ്ത ആൾക്കാരല്ലേ, അതിൻ്റെ കോസ്റ്റ് മാത്രമല്ലേ ഇതിനകത്ത് ക്യാപിറ്റലൈസ് ചെയ്തേക്കുന്നത്, ഇത് ആക്ച്വലി ഉള്ളതാണോ എന്നുള്ളതാണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത അസേർഷൻ എന്ന് പറഞ്ഞത് നമ്മൾ കംപ്ലീറ്റ്നെസ് പറഞ്ഞത്, അതായത് എല്ലാ റിസർച്ച് കോസ്റ്റും നമ്മൾ എക്സ്പെൻസ് ചെയ്തിട്ടുണ്ട് ആൻഡ് എല്ലാ എലിജിബിൾ ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ് കോസ്റ്റ് എല്ലാം തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ക്യാപിറ്റലൈസ് ചെയ്തിട്ടുണ്ട്, നമ്മളൊന്നും മിസ് ചെയ്തിട്ടില്ലല്ലോ. ഈ ഒരു ഓഡിറ്റ് ഒബ്ജക്റ്റീവാണ് നമുക്ക് ഈ ഒരു അസേർഷൻ ടെസ്റ്റ് ചെയ്യുന്നതിലൂടെ സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം അതിന് നമ്മൾ എന്താ പ്രൊസീജിയർ ചെയ്യേണ്ടത്? നമ്മൾ ആദ്യം P&L എടുത്തിട്ട് എക്സ്പെൻസസ് എല്ലാം നോക്കും. അതായത് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിൽ വരുന്ന എക്സ്പെൻസസ് എന്തൊക്കെയാണ്, ഇതിനകത്തുള്ള ഏതെങ്കിലും എക്സ്പെൻസസ് ക്യാപിറ്റലൈസേഷനിൽ വരേണ്ടതാണോ അല്ലെങ്കിൽ ആ ഒരു നേച്ചർ ഉള്ളതാണോ, ഇനി അങ്ങനെ ക്യാപിറ്റലൈസ് ചെയ്യേണ്ട സാധനങ്ങൾ വല്ലതും എക്സ്പെൻസ് ചെയ്ത് പോയിട്ടുണ്ടോ, ആൻഡ് എക്സ്പെൻസ് ചെയ്യേണ്ട വല്ലതും നമ്മൾ അറിയാതെ ക്യാപിറ്റലൈസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കും. അതേപോലെ ഒരു കട്ട് ഓഫ് ടെസ്റ്റിംഗ് ചെയ്യും. അതായത് ഇയർ എൻഡിൽ പേറോളും കോൺട്രാക്ടർ ഇൻവോയ്സസ് ഒക്കെ എടുത്തിട്ട് ഇയർ എൻഡിൽ വരുന്ന ട്രാൻസാക്ഷൻസ് നോക്കും. ലൈക്ക് ഈ ഇയറിലെ സാധനങ്ങളൊക്കെ തന്നെയല്ലേ നമ്മൾ ഇത്തവണ എക്സ്പെൻസിൽ ബുക്ക് ചെയ്തേക്കുന്നത് അല്ലെങ്കിൽ ക്യാപിറ്റലൈസ് ചെയ്തേക്കുന്നത്, അടുത്ത കൊല്ലത്തേക്ക് പോകുന്ന വലിയ ഇൻവോയ്സുകൾ ഇതിനകത്ത് കയറി വന്നിട്ടുണ്ടോ, ഇതൊക്കെ നോക്കും. ഇതൊക്കെയാണ് നമ്മൾ കംപ്ലീറ്റ്നെസ് ടെസ്റ്റിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഓഡിറ്റ് പ്രൊസീജിയേഴ്സ്. ഇനി അടുത്ത അസേർഷനായിരുന്നു നമ്മളുടെ റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻ. ഇവിടെ നമ്മളുടെ ഓഡിറ്റ് ഒബ്ജക്റ്റീവ് എന്താണ്? കമ്പനിക്ക് തന്നെയല്ലേ ഇതിൻ്റെ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് ഉള്ളത്, അല്ലെങ്കിൽ എങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കമ്പനിക്ക് ഇത് ക്യാപിറ്റലൈസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇതിൻ്റെ റൈറ്റ്സും ഒബ്ലിഗേഷൻസ് ഒക്കെ ഈ കമ്പനിക്ക് തന്നെയല്ലേ ഉള്ളത് എന്ന് നോക്കണം. ഇത് നമ്മളെങ്ങനെയാണ് മെയിൻലി നോക്കുക? ഇതിന് നമ്മൾ ആദ്യം നോക്കേണ്ടത് എംപ്ലോയ്മെൻറ്റ് കോൺട്രാക്ട് വിത്ത് എംപ്ലോയീസ്. കാരണം ഈ കോൺട്രാക്റ്റിനകത്തൊരു ക്ലോസ് ഉണ്ട്, ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് എന്നും പറഞ്ഞിട്ട്. അതിനകത്ത് ക്ലോസിൽ പറയുക, ഈ ചെയ്യുന്ന വർക്കും കാര്യങ്ങളുടെ എല്ലാം തന്നെ IP റൈറ്റ്സ് ആർക്കായിരിക്കും, കമ്പനി ആയിരിക്കും, അതിനകത്ത് ഈ എംപ്ലോയീസിനൊരു റൈറ്റ്സും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ടൊരു ക്ലോസ് ഉണ്ടാകും. ആ ക്ലോസ് ഇല്ലേ, ഇവരെ ജസ്റ്റ് ഈ വർക്ക് ചെയ്യാൻ വേണ്ടി മാത്രം ഹയർ ചെയ്തേക്കുന്നതല്ലേ, അല്ലാതെ ഇവർക്ക് ഈ IP റൈറ്റ്സ് ഒന്നും ഇല്ലല്ലോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യണം. നമുക്ക് അഗ്രിമെൻ്റാണ് മേജർലി നമ്മൾ ഇതിനകത്ത് ചെക്ക് ചെയ്യുന്നത്, ടെസ്റ്റ് ചെയ്യുന്നത്. ഇനി വാല്യുവേഷൻ ആൻഡ് അലൊക്കേഷൻ. അപ്പോൾ ഇവിടെ നമ്മളുടെ ഓഡിറ്റ് ഒബ്ജക്റ്റീവ് എന്താണ്? ഈ ക്യാപിറ്റലൈസ്ഡ് കോസ്റ്റൊക്കെ അക്യുറേറ്റ്ലി അല്ലേ മെഷർ ചെയ്തേക്കുന്നത്? നമ്മൾ പറഞ്ഞില്ലേ നമ്മളുടെ IAS 38 എന്താ നമ്മൾ പറഞ്ഞത്? ഇനീഷ്യൽ മെഷർമെൻറ്റ് ക്യാപിറ്റലൈസേഷൻ ഇൻടാൻജിബിൾ അസറ്റ് ഇനീഷ്യലി മെഷർ ചെയ്യുന്നത് കോസ്റ്റിലാണ്. സബ്സിക്വൻറ്റ് മെഷർമെൻറ്റ് കോസ്റ്റ് മോഡൽ ആണെങ്കിൽ കോസ്റ്റ് മൈനസ് അമോർട്ടൈസേഷൻ അല്ലെങ്കിൽ ആ കോസ്റ്റ്, അല്ല നമ്മളുടെ റീവാലുവേഷൻ മോഡലാണെങ്കിൽ ഫെയർ വാല്യൂ ലെസ് അക്യുമുലേറ്റഡ് അമോർട്ടൈസേഷൻ. അപ്പം ആ പറയുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വാലുവേഷൻ ആൻഡ് അലൊക്കേഷനിൽ നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഇതാണ് നമ്മളുടെ ഓഡിറ്റ് ഒബ്ജക്റ്റീവ്. ഇതൊക്കെ മെഷർ ചെയ്തേക്കുന്ന അക്യുറേറ്റ്ലി അല്ലേ ആൻഡ് പ്രോപ്പർലി അലൊക്കേറ്റ് ചെയ്തിട്ടില്ലേ സ്പെസിഫിക് ഗെയിം ടൈറ്റിൽസ് അല്ലെങ്കിൽ ഇമ്പയർമെൻറ്റ് വല്ലതും ഉണ്ടോ. അപ്പോൾ ഇതിൻ്റെ വാല്യൂ നമ്മൾ FSൽ കാണിക്കാൻ പോകുന്ന വാല്യൂ പ്രോപ്പർലി മെഷർ ചെയ്തിട്ടുള്ളതാണോ, അത് അക്യുറേറ്റ് അല്ലേ എന്നുള്ളതാണ് നമ്മൾ ആക്ച്വലി ഈ ഒരു അസേർഷൻ ടെസ്റ്റ് ചെയ്യുന്നതിലൂടെ കൺഫേം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന് നമ്മൾ എന്ത് ചെയ്യും? ക്യാപിറ്റലൈസേഷൻ ഓഫ് ഇൻറ്റേർണൽ ലേബേഴ്സിൻ്റെയൊക്കെ കോസ്റ്റ് നമ്മൾ വെച്ചിട്ട് നമ്മൾ റീകാൽക്കുലേഷൻസ് പെർഫോം ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ ഓവർ ഹെഡ്സ് ടെസ്റ്റ് ചെയ്യാം ആൻഡ് മാനേജ്മെൻറ്റിൻ്റെ ഇമ്പയർമെൻറ്റ് ടെസ്റ്റ് ഇവാലുവേറ്റ് ചെയ്യുക ഫോർ ക്യാപിറ്റലൈസ്ഡ് ഗെയിംസ്. നമുക്ക് പ്രൊജക്റ്റഡ് ഗെയിം സെയിൽസ് അല്ലെങ്കിൽ പ്രീ ഓർഡേഴ്സ് ഇങ്ങനെയുള്ള കുറച്ച് നമ്മളെ കയ്യിൽ ഡേറ്റ ഉണ്ടാകും. അതൊക്കെ വെച്ച് നമ്മളൊന്ന് റീകാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക ഇമ്പയർമെൻറ്റ് വരുമോ ഇല്ലയോ എന്നുള്ളത്. അതേപോലെ ഇവരുടെ കാൽക്കുലേഷൻ ഈ വാല്യൂ അറൈവ് ചെയ്തേക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് റീപെർഫോം ചെയ്ത് നോക്കാം. ഇങ്ങനെയൊക്കെയാണ് നമുക്കൊരു കംഫർട്ട് കിട്ടുന്നത് വാല്യുവേഷൻ അലൊക്കേഷൻ കറക്റ്റ് ആണോ അല്ലയോ ഓക്കെ ആണോ എന്നുള്ളത്.
ഇനി ലാസ്റ്റ് വൺ ആണ് നമ്മളുടെ പ്രസൻറ്റേഷൻ ആൻഡ് ഡിസ്ക്ലോഷർ. അതായത് ഇൻടാഞ്ചിബിൾ അസറ്റ്സിൻ്റെ പോളിസി എന്ത് ചെയ്യണം, പോളിസി ഫോർ ക്യാപിറ്റലൈസേഷൻ നമ്മൾ FSൽ ഡിസ്ക്ലോസ് ചെയ്യണം, റൈറ്റ്. അത് അപ്രോപ്രിയേറ്റ് ആയിട്ടാണോ ക്ലാസിഫൈ ചെയ്തേക്കുന്നത് ആൻഡ് ഡിസ്ക്ലോസ് ചെയ്തേക്കുന്നത്, അത് നമ്മൾ എന്ത് ചെയ്യണം, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ ഫുട് നോട്ട്സിൽ ക്ലിയർ ആയിട്ട് റിസർച്ച് എക്സ്പെൻസും ഡെവലപ്മെൻറ്റ് ക്യാപിറ്റലൈസ്ഡ് എക്സ്പെൻസിൻ്റെ ട്രീറ്റ്മെൻറ്റ് ക്ലിയർലി ഡിസ്റ്റിങ്വിഷ് ചെയ്ത് കൊടുത്തിട്ടില്ലേ, ആൻഡ് അമോർട്ടൈസേഷൻ മെത്തേഡ് യൂസ് ചെയ്തേക്കുന്നത്, യൂസ്ഫുൾ ലൈഫിൻ്റെ അസംഷൻസ്, ഇതൊക്കെ പ്രോപ്പറായിട്ട് ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതൊക്കെ നമ്മൾ ചെക്ക് ചെയ്യണം. ഇതൊക്കെയാണ് ഈ പ്രസൻറ്റേഷൻ ആൻഡ് ഡിസ്ക്ലോഷറിൽ വരുന്നത്. ഇതാണ് നമ്മളുടെ മെയിൻ ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത് ഇൻടാഞ്ചിബിൾ അസറ്റ് ക്യാപിറ്റലൈസേഷൻ. ഇനി നമ്മൾ ഇതിനകത്ത് നമ്മളുടെ മേജർലി നമ്മൾ എന്താ നോക്കുന്നത്, നമ്മൾ പറഞ്ഞല്ലോ മേജർ ക്രൈറ്റീരിയ എപ്പോഴാണ് ഒരു അസറ്റ് ക്യാപിറ്റലൈസ് ചെയ്യുന്നത്, എന്തൊക്കെ 5-6 കണ്ടീഷൻസ് മീറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതെങ്ങനെയാണ് നമ്മൾ ഓഡിറ്റിൽ ടെസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സാണ് നമ്മളതിന് നോക്കേണ്ടത്. നമ്മൾ ആദ്യം പറഞ്ഞത് ടെക്നിക്കൽ ഫിസിബിലിറ്റി അറിയണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അവർ ടെക്നിക്കൽ ഫിസിബിലിറ്റി നടത്തിയതിൻ്റെ റിപ്പോർട്ട്സ് ഉണ്ടാവും, അല്ലെങ്കിൽ പ്രോട്ടോടൈപ്പ് അല്ലെങ്കിൽ സോഫ്റ്റ്വെയറിൻ്റെ ആണെങ്കിൽ എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഉണ്ടാവും. അതൊക്കെ വാങ്ങിച്ച് നമ്മൾ നോക്കണം ടെക്നിക്കലി ഫിസിബിൾ ആണോ, അവർ ആ സ്റ്റഡി നടത്തിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തേർഡ് പാർട്ടീനെ വെച്ച് അവർ ആ സ്റ്റഡി നടത്തിയിട്ടുണ്ടാകും, അവരുടെ റിപ്പോർട്ട് വായിച്ച് നോക്കുക. അതിനകത്ത് എന്താ പറഞ്ഞേക്കുന്നത്, ആ ഒരു സ്റ്റഡിയുടെ റിസൾട്ട് എന്തായിരുന്നു, ടെക്നിക്കലി ഫിസിബിൾ ആയിരുന്നു ഈ ഐഡിയ എന്നുള്ളതൊക്കെ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. സെക്കൻഡ് വൺ, ഇൻറ്റൻഷൻ ടു കംപ്ലീറ്റ്. അപ്പം ഇവർക്കിത് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഇൻറ്റൻഷൻ ഉണ്ടോ എന്നറിയാൻ നമ്മൾ എന്ത് ഡോക്യുമെൻറ്റ്സാണ് വാങ്ങിക്കാൻ പറ്റുക. ഇവരുടെ കയ്യിൽ റോഡ് മാപ്സ് ഉണ്ടാവും, അതായത് എപ്പോഴൊക്കെയാണ് ഓരോ മൈൽ സ്റ്റോൺ അച്ചീവ് ചെയ്യാൻ ഇവർ പ്ലാൻ ചെയ്തേക്കുന്നത് എന്നുള്ള ഒരു ടാർഗറ്റ് ഉണ്ടാവും. ലൈക്ക് ഇന്ന ഇയറോടുകൂടെ ഇത് കംപ്ലീറ്റ് ചെയ്ത് ഇത് പ്രോസസ്സ് മൊത്തം കംപ്ലീറ്റ് ചെയ്ത് പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യാനാണ് ഇവർ പ്ലാൻ ചെയ്യുന്നത്. ഇങ്ങനെയുള്ള കുറച്ച് ഐഡിയാസ്, അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഗെയിം ലോഞ്ച് ചെയ്യുക, ഇങ്ങനെയുള്ള പ്ലാൻസ് ഒക്കെ ഇവർക്ക് ഉണ്ടാകും. അപ്പോൾ ആ ഒരു റോഡ് മാപ്പ്, അതുപോലെ ഇതിൻ്റെ ബോർഡിൻ്റെ അപ്രൂവൽ, ബഡ്ജറ്റ്, പ്രൊജക്റ്റഡ് പ്ലാൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ ഡോക്യുമെൻറ്റ്സ് ഒക്കെ വാങ്ങിച്ച് നോക്കിയാൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം, ഇവരുടെ ഇൻറ്റൻഷൻ ടു കംപ്ലീറ്റ് നമുക്കൊരു ഐഡിയ കിട്ടും. ഇനി എബിലിറ്റി ടു യൂസ് ഓർ സെൽ അറിയണം എന്നുണ്ടെങ്കിൽ ഇവർക്ക് പല ഡിസ്ട്രിബ്യൂട്ടേഴ്സുമായിട്ട് എഗ്രിമെൻറ്റ്സ് ഉണ്ടാവും, ഓർ അല്ലെങ്കിൽ ഒരു ഡയറക്റ്റ് ടു കൺസ്യൂമർ ഇൻഫ്രാസ്ട്രക്ചർ, ഇവരുടെ തന്നെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ വല്ലതും ഇവർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ എഗ്രിമെൻ്റ് ഉണ്ടാവും, റൈറ്റ്, നമ്മളിത് കംപ്ലീറ്റ് ചെയ്തിട്ട് സെല്ല് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ വല്ല എഗ്രിമെൻറ്റ്സ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ വാങ്ങിച്ചു നോക്കിയാൽ നമുക്ക് എബിലിറ്റി ടു യൂസ് ഓർ സെല്ല് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ആൻഡ് അടുത്തതാണ് ജനറേഷൻ ഓഫ് ഫ്യൂച്ചർ എക്കോണമിക് ബെനഫിറ്റ്സ്. ഇത് നമുക്ക് എങ്ങനെ അറിയാം, ഫ്യൂച്ചർ എക്കോണമിക് ബെനഫിറ്റ്സ് വിൽ ഫ്ലോ ടു ദ കമ്പനി ഓർ നോട്ട്, അല്ലെങ്കിൽ എത്രത്തോളം ഉണ്ടാവും എന്നുള്ളത് അറിയണമെങ്കിൽ ഇവരുടെ കയ്യിൽ ഇവരുടെ ഫിനാൻഷ്യൽ ഫോർകാസ്റ്റ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാകും, അല്ലെങ്കിൽ മാർക്കറ്റ് റിസർച്ച് ഓൺ കമ്പാരബിൾ ജനേഴ്സ്, ഇവരുടെ കമ്പാരബിൾ, ഇപ്പോൾ ഗെയിമിംഗ് ഡെവലപ്മെൻറ്റ് കമ്പനി ആണെങ്കിൽ ഇവരുടെ കോമ്പീറ്റേഴ്സ്, അല്ലെങ്കിൽ ഇവരുടെ ഈ ഒരു സെയിം നേച്ചർ ഓഫ് ഉള്ള ഇതുപോലത്തെ ഗെയിംസ് ഡിഫറെൻറ്റ് വേറെ കോമ്പറ്റീറ്റേഴ്സിൻ്റെ അത് വെച്ച് റിസർച്ച് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ളതൊക്കെ വെച്ച് വാങ്ങിച്ചു കഴിഞ്ഞിട്ട് ഇങ്ങനെയുള്ള ഡോക്യുമെൻറ്റ്സ് നമ്മൾ ഒബ്റ്റൈൻ ചെയ്ത് വയ്ക്കാം ടു നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ജനറേഷൻ ഓഫ് ഫ്യൂച്ചർ എക്കോണമിക് ബെനഫിറ്റ്സ് അവിടെ ഉണ്ട് ഇല്ല എന്നുള്ളത്. ആൻഡ് അവൈലബിലിറ്റി ഓഫ് റിസോഴ്സസ് എങ്ങനെ നമുക്ക് നോക്കാൻ പറ്റും, ക്യാഷ് ഫ്ലോ ഫോർകാസ്റ്റ് നോക്കാൻ പറ്റും, ടു നോ ദ ഫണ്ട് ഓർ ദ ഫണ്ടിങ് എഗ്രിമെൻറ്റ്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ക്യാപിറ്റൽ അവിടെ ഉണ്ട്, അഡിക്വേറ്റ് ക്യാപിറ്റൽ ഉണ്ടെന്നുള്ളത്, ഈ ഒരു ഗെയിം അല്ലെങ്കിൽ ഈ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ഇത് കംപ്ലീറ്റ് ചെയ്ത് ഇത് മാർക്കറ്റ് ചെയ്യാനുള്ള ഇനഫ് ഫണ്ട് ഇവരുടെ കയ്യിലുണ്ട്. അതുപോലെ ഇവരുടെ എംപ്ലോയീസ് അല്ലെങ്കിൽ ഇവരുടെ കോൺട്രാക്ടേഴ്സ് എത്രത്തോളം ഉണ്ടെന്നൊക്കെ, ഇതിന് വേണ്ട ടെക്നിക്കൽ ക്യാപിറ്റൽ ആ ഒരു ആൾക്കാർ നോളജൊക്കെ ഇവർക്കുണ്ട് എന്നുള്ളത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് റിലയബിൾ മെഷർമെൻറ്റ് എങ്ങനെയാണ്, ടൈം ട്രാക്കിംഗ് സോഫ്റ്റ്വെയർ റിപ്പോർട്ട്സ്, അല്ലെങ്കിൽ ടൈപ്പ് സ്പെസിഫിക് ഡെവലപ്പർ അവേഴ്സ്, ഓരോ ഗെയിം ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് സ്പെസിഫിക്കലി എത്ര അവേഴ്സ് ഇവർ ഡയറക്റ്റ്ലി ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതൊക്കെ മെഷർ ചെയ്യാനായിട്ടുള്ള ടൂൾസൊക്കെ ഇവരുടെ അടുത്ത് ഉണ്ടെന്നുള്ളത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഇതും നമുക്ക് ഓക്കെയാണ്. ഇതൊക്കെയാണ് മേജർലി, ഇത് കമ്പനിയുടെ ഭാഗത്തായ എൻറ്റിറ്റിയുടെ സൈഡാണ് ഈ റെസ്പോൺസിബിലിറ്റി. ആക്ച്വലി അവർ ഡെമോൺസ്ട്രേറ്റ് ചെയ്യണം, ഞങ്ങൾ ഈ ഒരു പെർട്ടിക്കുലർ ഐറ്റം ക്യാപിറ്റലൈസ് ചെയ്തിട്ടുണ്ട്, എന്തുകൊണ്ടാണ് ഇത് ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റുന്നത്, ബിക്കോസ് ഈ ഒരു 6 ക്രൈറ്റീരിയ ഇത് മീറ്റ് ചെയ്യുന്നുണ്ട്.
ഈ ഒരു 6 ക്രൈറ്റീരിയ മീറ്റ് ചെയ്യാനായിട്ട് ദിസ് ഈസ് അവർ എവിഡൻസ് എന്ന് ക്ലയൻറ്റ് ആണ് ഇത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യേണ്ടത്. ഇറ്റ്സ് ദെയർ റെസ്പോൺസിബിലിറ്റി. ആസ് ആൻ ഓഡിറ്റർ ഇതൊക്കെ ക്ലയൻറ്റ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നുണ്ടോ, ഇതൊക്കെ ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് ഓഡിറ്ററിൻ്റെ ഒബ്ലിഗേഷൻ എന്ന് പറയുന്നത്. സോ ഐ തിങ്ക് ഇത് എന്താ പറയുക, നമ്മൾ നോർമലി ഇത് പഠിക്കുന്ന മാത്രമല്ല, പ്രാക്ടിക്കലി നമ്മളിത് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പം പ്രാക്ടിക്കൽ സിനാറിയോയിൽ നമ്മൾ എന്തൊക്കെയാണ് ടെസ്റ്റ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് നമ്മൾ ആസ് ആൻ ഓഡിറ്റർ ചെയ്യുന്നത് എന്നുള്ളതാണ് ഇതിനകത്ത് ഞാൻ ഡിസ്കസ് ചെയ്തത്. ഐ ഹോപ്പ് ദിസ് ഈസ് യൂസ്ഫുൾ ഫോർ യു. താങ്ക് യു.